നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 മാർച്ച് 2021 ഹിന്ദു ന്യൂസ് അനാലിസിസ് ആണ്. നമുക്ക് ഫ്രണ്ട് പേജിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ന്യൂസൊക്കെ നോക്കിയവർക്ക് മനസ്സിലാവും, വാക്സിനേഷൻ മാർച്ച് 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതുവരെ ഏകദേശം 1.5 കോടി ജനങ്ങൾക്ക് അല്ലെങ്കിൽ 1.5 കോടി വാക്സിൻ കൊടുത്തു കഴിഞ്ഞു. സോ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെന്ന് പറയുന്നത് കോവിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ്. 50 ലാക്കോളം രജിസ്ട്രേഷൻസ് ആർ ഡൺ. ഓക്കെ, സോ ഇവിടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കോവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം, എന്താണ് ഫങ്ഷനാലിറ്റി, ഒബ്ജക്റ്റീവ്സ്, കൈൻഡ് ഓഫ് തിങ്സ്. ആൻഡ് ഇവിടെ നിതി ആയോഗിനെ പറ്റി ഒരു മെൻഷൻ ഉണ്ട്. അപ്പോൾ നിതി ആയോഗ് ഇറ്റ് വാസ് പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു ഒരിക്കൽ. ഇപ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അത് നിതി ആയോഗ് എന്ന പേരിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അപ്ഡേഷനാണ്. പഴയ പൊളിറ്റിയുടെയൊക്കെ ബുക്ക് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ നിതി ആയോഗ് ഉണ്ടാകത്തില്ല, പക്ഷേ അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. പൊളിറ്റിയുടെ ഭാഗത്ത് പഠിക്കേണ്ട തന്നെയാണ്. അപ്പം നിതി ആയോഗ് എന്താണ് ഇതിൻ്റെ ഫങ്ഷനാലിറ്റീസ്, ഒബ്ജക്റ്റീവ്സ് എന്ന് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ മെമ്പേഴ്സ് ആരാണ്, എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആരാണ്, ആൻഡ് സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, കൈൻഡ് ഓഫ് ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ ഒരു ന്യൂസിൽ തന്നെ കാണാനായിട്ട് പറ്റും. ആൻഡ് അതർ തിങ്, വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ. സോ ശ്രീലങ്ക വെളിപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയും ജപ്പാനും ചേർന്നിട്ട് ഒരു ട്രൈപാർട്ടി എഗ്രിമെൻറ്റ് ആയിട്ടത് ചെയ്യുമെന്നാണ് പറയുന്നത്. മുമ്പ് 1919 അതുപോലെയുള്ളൊരു ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇൻ ദ ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ. എന്നാലിപ്പോൾ വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇൻവെസ്റ്ററായിട്ട് അദാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ അദാനി പോർട്സ് ആണ് ചെയ്യുന്നത്. ജപ്പാൻ സൈഡിൽ നിന്നുള്ള ഇൻവെസ്റ്ററിൻ്റെ പേര് ഇതുവരെ ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ ശ്രീലങ്ക ഇത് പറയുന്നത് ഇറ്റ് വിൽ ഡെവലപ്പ് ദ വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ അറ്റ് ദ കൊളംബോ പോർട്ട് അലോങ് വിത്ത് ഇന്ത്യ ആൻഡ് ജപ്പാൻ. അപ്പോൾ അത് ശുഭസൂചനമായിട്ടുള്ളൊരു വാർത്തയാണ്. ലൈക്ക് നമ്മുടെ നൈബറിങ് സ്റ്റേറ്റുമായിട്ട് നമ്മുടെ ഒരു റിലേഷൻ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ, എസ്പെഷ്യലി ദ ഡെവലപ്മെൻറ്റ് സൈഡിൽ വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് ശ്രീലങ്കയുടെ ഒരു പൊസിഷൻ വളരെ സ്ട്രാറ്റജിക് കൂടിയാണ് ഫോർ ഇന്ത്യ. ആൻഡ് ഇവിടെ സീസ് ഫയർ അഗ്രിമെൻറ്റ് 2013 തിരിച്ച് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു, ഏകദേശം 5000-ൽ കൂടുതൽ വയലേഷൻ, സീസ് ഫയർ വയലേഷൻ നടന്ന സമയമാണ് 2020 എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കശ്മീരിൻ്റെയും അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഷോർട്ട് ഹിസ്റ്ററി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. യു ബെറ്റർ റീഡ് ഇറ്റ്. ഓക്കെ, IRൻ്റെ സൈഡിൽ നിങ്ങൾക്കത് വേണ്ടത് തന്നെയാണ്. ആൻഡ് ഒന്നോർക്ക് കഴിഞ്ഞ ഏകദേശം 19 വർഷത്തെ ഡേറ്റ ഐ തിങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19 ഇയേഴ്സ് ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സീസ് ഫയർ വയലേഷൻ നടന്ന പാൻഡമിക് സമയമായ 2020 വർഷത്തിലായിരുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഓഫ് കോഴ്സ് സീസ് ഫയർ വയലേഷൻ്റെ കാര്യം നോക്കുക. ആൻഡ് ഇങ്ങനെ വരാനുള്ളൊരു 2 കാരണം, ഒന്ന് നമ്മളൊരു ടു ഫ്രണ്ട് ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ചൈന എഗനിസ്റ്റ് ആയിട്ട് ഇവിടെ പാങ്കോങ്സോ ലേക്ക്, ഗാൽവാൻ വാലി അവിടുത്തെ ഇഷ്യൂസ്, LACയിലെ ഇഷ്യൂസ് നോക്കണം. അതുപോലെ തന്നെ LOCയിലെ ഇഷ്യൂസ് ഇവിടെ പാകിസ്ഥാനോട് നോക്കണം. അപ്പോൾ ഒരേ സമയം തന്നെ 2 രാജ്യങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, എസ്പെഷ്യലി ബോർഡർ കോൺഫ്ലിക്റ്റ് പരിഹരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ LACയിലുള്ളത് ഡിസെൻഗേജ്മെൻറ്റ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ സാഹചര്യത്തിൽ വെസ്റ്റ് ഫ്രണ്ടിൽ കൂടി ഉള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം വരികയാണ്. അത് ഇന്ത്യ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തതെന്നാണ് പറയുന്നത്. ബട്ട് എനിഹൗ ദാറ്റ് ഈസ് ഡൺ. ആൻഡ് ഇതിന് കൂടെ ചേർത്ത് വെക്കേണ്ട നമുക്ക് കുറച്ച് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പുൽവാമ ടെറർ അറ്റാക്ക്, അതുപോലെ FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ അവർ ഗ്രേ ലിസ്റ്റിലാണ് ഇപ്പോഴും പാകിസ്ഥാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടെറർ ഫണ്ടിങ് പോലുള്ള കാര്യങ്ങൾ അത് മാറ്റണം, മാത്രമല്ല അതിൽ ലെജിസ്ലേഷനിൽ കൊണ്ടുവരണം, കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ട് നമുക്കിതിനെ നോക്കി കാണാവുന്നതാണ്. ആൻഡ് ഓക്കെ, ഈ ഭാഗത്ത് ഹിസ്റ്ററിയുടെ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിക്കോ. ഇവിടെ സീസ് ഫയർ വയലേഷൻ്റെ കാര്യങ്ങൾ നോക്കിക്കോ. ആൻഡ് ഇവിടെ UNMOGIP മോണിറ്ററിങ്
1965 ഇന്ത്യ പാകിസ്ഥാൻ വാർ, തുടർന്നുള്ള സ്റ്റാറ്റസ് കോ ആൻഡ് ബെല്ലം, ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ നമ്മുടെ റൈറ്റിങ്ങിൽ എഴുതി കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. ദെൻ തഷ്കന്ത് എഗ്രിമെൻറ്റ്, ഫോളോഡ് ബൈ ലിബറേഷൻ വാർ, ബംഗ്ലാദേശ് ലിബറേഷൻ വാർ 71, ഫോളോഡ് ബൈ ഷിംല അഗ്രിമെൻറ്റ്. ഓക്കെ, ഷിംല അഗ്രിമെൻറ്റ് 71 സീസ് ഫയർ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്നൊരു സീസ് ഫയർ എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചും കൂടി ടെക്നിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ദെൻ കറാച്ചി അഗ്രിമെൻറ്റ് നോക്കിക്കോളൂ, ഷിംല അഗ്രിമെൻറ്റ് ഓൾറെഡി ടോൾ. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാം, ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ ചോദിക്കാം സാധ്യതയുള്ള കാര്യങ്ങളാണ്. കാര്യം ആനുകാലിക സംഭവങ്ങളിൽ ഉൾപ്പെടെ കാര്യങ്ങൾ. ഈ വാക്ക് എവിടെ കണ്ടാലും വിടരുത്, സോഷ്യോ എക്കണോമിക്. ഒരു പേരും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചു, സെക്യൂരിറ്റി. സോഷ്യോ എക്കണോമിക് സെക്യൂരിറ്റി, ഈ ഒരു കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അപഗ്രഥിച്ച് തന്നെ പോകണം. ഇവിടെ പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഇൻഇക്വാലിറ്റി കൺവേർജ് ഇൻ ടേംസ് ഇൻ ദെയർ എഫേർട്ട് ഓൺ സോഷ്യോ എക്കണോമിക് ഔട്ട്കംസ് ഈസ് ഔട്ട്റേജിയസ്. ഓക്കെ, ഇത് നമ്മുടെ എക്കണോമിക് സർവേ 2021 ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെടുത്തി അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ടാണ്. ഇൻഇക്വാലിറ്റി, ഗ്രോത്ത് എന്ന് പറയുന്നത് രണ്ടും പരസ്പര പൂരകങ്ങൾ അല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ദെൻ ഒരു വി ഷേപ്പ് റിക്കവറി ആഫ്റ്റർ 1920 കാര്യമൊക്കെ പറയുന്നുണ്ട്. ആൻഡ് മോണിറ്റൈസേഷൻ്റെ ആ ഒരു സമയത്തുള്ള ഒരു ഡിസ്ട്രെസ്സൊക്കെ മാറി വന്ന സമയത്താണ് എഗൈൻ ഈ പാൻഡമിക്കിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട്. നമ്മളെ ഗ്രാഫും എക്കണോമിക്കും നന്നായിട്ട് മനസ്സിലാവുന്നവർക്ക് ഇത് വായിച്ചാലെ കാര്യം കുറച്ച് പിടികിട്ടും. അങ്ങനെ അല്ലാത്തവർക്ക് യു ക്യാൻ അവോയ്ഡ് ദാറ്റ്. ആൻഡ് ദർ ആർ സം ഇൻട്രസ്റ്റിംഗ് പോയിൻറ്റ്സ് ആൾസോ ഹിയർ ആൻഡ് ഹിയർ ആൾസോ. ഇവിടെ കുറേ ടേമുകളുണ്ട്, ഇത് നിങ്ങൾ നോട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചോ. COVID-19 പാൻഡമിക് ലൈക്ക് യൂണിവേഴ്സൽ ബേസിക് ഇൻകം, പ്രോഗ്രസീവ് ടാക്സേഷൻ ഓൺ ഇൻകം, കാർബൺ എമിഷൻ, പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ്, universal access to fundamental goods such as health, education and housing and so on. ഇതൊക്കെ ഒന്ന് നോട്ടിൽ എടുത്തു വെച്ചോ, നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ആൻഡ് ഇവിടെ ഈയുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. കഴിഞ്ഞ വർഷം ന്യൂസിൽ ഏറ്റവും കൂടുതൽ നിന്നൊരു സംഭവം എന്ന് വെച്ചാൽ ബ്രെക്സിറ്റ്, എസ്പെഷ്യലി ഇൻ ദ നവംബർ-ഡിസംബർ ടൈമിൽ. അപ്പോൾ അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ കാണണം. ഇതിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ EU GSP എന്താണെന്ന് നോക്കണം. ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്, GSP എന്നാണ് പറയുന്നത്. ഈ ഫിഗർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. ഓക്കെ, ദെൻ നോൺ താരിഫ് മെഷേഴ്സ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കി വെച്ചോളൂ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ബ്രെക്സിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അഗെയിൻ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിലിവിടെ പറയുന്നത് ആത്മനിർഭർ പ്രോഗ്രാം, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഹാവ് എ റീഡ് ഓൺ ഇറ്റ്. ദെൻ ഇവിടെ ഇന്ത്യയുടെ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാവും. അതായത് ടെററിസ്റ്റിന് പെൻഷൻ കൊടുക്കുന്നത് മാതിരിയാണ് പാകിസ്ഥാൻ്റെ ഒരു ഫങ്ഷണാലിറ്റി കാര്യങ്ങൾ. ഇത് UN പറയുന്നത്. ഓക്കെ, 46th സെഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് കൗൺസിലിലാണ് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ടീം ഈ ഒരു ഡയലോഗ് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അങ്ങനെയുള്ളൊരു സംവിധാനം, അതായത് ടെറർ ഫണ്ടിങ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടീസ് നടത്തിയിട്ട് അവിടെയുള്ള മൈനോറിറ്റീസിൻ്റെയും മറ്റ് വിഭാഗത്തിൻ്റെയും ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ട്, അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെയാണ് പറയുന്നത്. ഇവിടെ ലോക്കസ് സ്റ്റാൻഡി എന്നൊക്കെ ഉള്ള വാക്കുകളുണ്ട്. ഇതൊക്കെ എഴുതിയെടുത്ത് അർത്ഥം പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റും. എഗെയിൻ സീസ്ഫെയറിൻ്റെ കാര്യം ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. OIC കൂടെ നോക്കിക്കോളൂ, ഇവിടെ ഉണ്ട് OIC. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മനാസ് ടൈഗർ റിസർവ് നോക്കിക്കോളൂ. എഗെയിൻ ഇവിടെ ഹിമാലയൻ സേറോ, എഗോട്ട് ആൻറ്റിലോപ്പ്, ഇതൊന്ന് നോക്കിക്കോളൂ. ദെൻ മനാസ് ബെൻസ്ബാരി മത്തൻഗുരി ഫോറസ്റ്റ്, ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. എവിടെന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഫ്ലോറ ആൻഡ് ഫൗന ഇവിടെ സൂക്ഷിക്കുന്നുണ്ടോ, സംരക്ഷിക്കുന്നുണ്ടോ പോലുള്ള കാര്യങ്ങൾ. ദെൻ മൻഡാറിൻ ഡാക്ക്, ദെൻ ആസാം ഡിബ്രു സൈക്കോവ നാഷണൽ പാർക്ക്, ആൻഡ് ഇവിടെ ഒരു വെറ്റ്ലാൻഡ് കൂടി പറയുന്നുണ്ട്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. ദെൻ മ്യാൻമാറിലെ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ ന്യൂസ് ഡെയിലി ഉള്ള ന്യൂസാണ്, അതുകൊണ്ട് ഇത് ആവർത്തിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസ് പേപ്പർ കൂടി ഒന്ന് അനലൈസ് ചെയ്യുക. ദെൻ നേപ്പാളിൽ പാർലമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ളൊരു ന്യൂസാണ്, നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്യുന്നതാണ്. യു ജസ്റ്റ് ഹാവ് എ റീഡ് ഓൺ ഇറ്റ്. ഓക്കെ.
ആൻഡ് ഇവിടെ ഖഷോഗിയുടെ കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അഗെയിൻ നമ്മൾ ഇത് ആൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ബട്ട് യു ക്യാൻ റീഡ് ഓൺ ദ സെയിം. FATF നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. FATF ഇപ്പോൾ ഗ്രേ ലിസ്റ്റിലാണ് പാകിസ്ഥാനെ പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് നമുക്ക് ഈ ഡെയിലി ന്യൂസിൽ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ന്യൂസ് വായിച്ച് വരുമ്പോൾ നമുക്കത് ഡെയിലി കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ എക്കണോമിക് പേജിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഡിപ്പ് 0.25%, ആൻഡ് ഇമ്പോർട്ട് വളരുന്നത് 7%. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇമ്പോർട്ട് കൂടുകയാണ്, എക്സ്പോർട്ട് കുറയുകയാണ്, നമ്മുടെ എക്കണോമിക്ക് എന്ത് സംഭവിക്കും? അത് കമൻറ്റിൽ നിന്ന് രേഖപ്പെടുത്തുക. എഗെയിൻ ഈ കുറച്ച് ഡേറ്റ ഉള്ളത് നിങ്ങൾ നോട്ട്സിൽ ആഡ് ചെയ്യുക. ആൻഡ് ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. ജസ്റ്റ് മേക്ക് ഷുവർ ഇതൊക്കെ നിങ്ങൾ നോട്ടിൽ പെടുത്തണം. ഓക്കെ, ഫൈൻ. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്സിംഗ് നോട്ട്, RBI ആർട്ടിക്കിൾ. ദിസ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഇന്നൊരു ക്വിക്ക് റിവ്യൂ ആണ് തന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ കുറച്ച് ടെസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ ടീമെല്ലാം ബിസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ന്യൂസ് അനാലിസിസ് ലേറ്റായത്. ബട്ട് നാളെ മുതൽ റെഗുലർലി ബൈ ആഫ്റ്റർനൂൺ തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ ഉണ്ടാവും. അപ്പോൾ ടെസ്റ്റ് സീരീസിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. 55 ടെസ്റ്റുകളിൽ ഇതുവരെയും ഞങ്ങൾ ഔട്ട് ചെയ്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 13 ടെസ്റ്റുകൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ മാർച്ചും അതുപോലെ ഏപ്രിലും ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ വരാനിരിക്കുന്ന മാസങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്ലാനിങ് നല്ല രീതിയിൽ നടക്കട്ടെ. ഏകദേശം 116ഓളം ദിവസങ്ങൾ ഇനി എക്സാമിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ എക്സാം ഡേറ്റ് ഒന്നും മാറിയിട്ടില്ല. ബട്ട് നോട്ടിഫിക്കേഷൻ മോസ്റ്റ് പ്രോബബ്ലി ഒരു 10 ഡേയ്സിനുള്ളിൽ കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാര്യം നാഷണൽ ന്യൂസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UPSCയുടെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് വളരെ പെട്ടെന്ന് വരും എന്ന് തന്നെ പറയുന്നത്, വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി തേഴ്സ്ഡേ ഫ്രൈഡേ ഈ വീക്കിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മോസ്റ്റ് പ്രോബ്ലി മൺഡേ സാധ്യത ഉണ്ട്, വളരെയധികം സാധ്യതയുണ്ട്. എക്സ്പെക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ റിസർവേഷൻ സീക്കുന്നവർ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ കിട്ടും. വളരെ എളുപ്പം അത് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. സോ താല്പര്യമുള്ളവർക്ക് അത് സംഘടിപ്പിച്ച് വയ്ക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. അപ്പോൾ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് സാക്കിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.